ഒന്ന് ആലോചിച്ചു നോക്കൂ. പുരാതന ഈജിപ്തിലെ ആ മണലാരണ്യത്തിൽ നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു രൂപമുണ്ട്, സ്ഫിങ്സ്. പക്ഷേ അതിലൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിലോ? ഇന്ന് നമ്മൾ ആ രഹസ്യം കണ്ടെത്താൻ പോവുകയാണ്. നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു പുരാതന കോഡ്. അപ്പോ നമ്മൾ കാണുന്ന ഈ ഭീമാകാരമായ പ്രതിമ അതൊരു വെറും കല്ല് അല്ലെങ്കിലോ? നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനുള്ളൊരു താക്കോൽ അതിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിലോ? എന്താ, നമുക്കൊന്ന് നോക്കിയാലോ? ശരി, അപ്പൊ നമുക്ക് സ്ഫിങ്സിന്റെ ആ പുരാതന രഹസ്യത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം. അറിയാവോ, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ലോകത്തിലെ പല മിസ്റ്ററി സ്കൂളുകളിലും ഇതൊരു പ്രധാന പഠനവിഷയമായിരുന്നു. പുരാതന ഈജിപ്തിലെ ആ രഹസ്യ പാഠശാലകളുണ്ടല്ലോ, അവർക്ക് ഈ സ്ഫിങ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ സാധ്യതയുടെ ആ ഒരു പരിപൂർണതയുടെ പ്രതീകമായിരുന്നു. അതായത് നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്കപ്പുറം കഴിവുകളും ആത്മീയമായ ഔന്നത്യവുമൊക്കെ നേടിയ ആളുകൾ. പക്ഷേ ഈ ആശയം ഈജിപ്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല കേട്ടോ. ബാബിലോണിയയിൽ ചെന്നാൽ അവിടെ ചിറകുകളുള്ള സ്ഫിങ്സ് കാണാം. ഇനി ക്രിസ്തുമതത്തിലേക്ക് വന്നാലോ, 4 സുവിശേഷകരുടെ പ്രതീകങ്ങളായിട്ട് ഇത് വരുന്നുണ്ട്: മനുഷ്യൻ, കാള, സിംഹം, പിന്നെ കഴുകൻ. ലോകം മുഴുവൻ ഈ ആശയം പടർന്നു കിടക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു സാർവത്രികമായ സത്യമാണെന്ന്. അപ്പോ എന്താണ് ഈ പുരാതന ചിഹ്നം നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇത് ജീവിതത്തിൽ വിജയിക്കാനായിട്ടുള്ള 4 അതിശക്തമായ നിയമങ്ങളായിട്ട് നമുക്ക് വിഭജിക്കാൻ പറ്റും. ഇതാണ് ആ 4 നിയമങ്ങൾ: അറിയുക, ഇച്ഛിക്കുക, ധൈര്യപ്പെടുക, പിന്നെ നിശബ്ദമായിരിക്കുക. സ്ഫിങ്സിന്റെ ഓരോ ഭാഗവും ഇതിൽ ഓരോന്നിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. നോക്കൂ, മനുഷ്യന്റെ തല അറിവിനെയും, കാളയുടെ ശരീരം ആ ഒരു ഇച്ഛാശക്തിയെയും, സിംഹത്തിന്റെ കൈകൾ ധൈര്യത്തെയും, പിന്നെ ആ കഴുകന്റെ ചിറകുകൾ നിശബ്ദതയെയും സൂചിപ്പിക്കുന്നു. ഈ ചട്ടക്കൂടിന്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യം എന്താണെന്ന് വെച്ചാല്, ഇത് ഒരേ സമയം 2 ലോകങ്ങൾ കീഴടക്കാൻ നമ്മളെ സഹായിക്കും. ഒന്ന്, നമ്മുടെ ജോലി, പണം, ബിസിനസ്, അങ്ങനെയുള്ള നമ്മുടെ പുറം ലോകം. 2, നമ്മുടെ മനസ്സ്, സമാധാനം, അങ്ങനെയുള്ള നമ്മുടെ ആന്തരിക ലോകം. അപ്പം നമുക്ക് ആദ്യം നോക്കാം, ഈ നിയമങ്ങളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തില്, നമ്മുടെ ബിസിനസ്സിലൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന്. ഒന്നാമത്തെ നിയമം, അറിയുക. ഇത് ശരിക്കും പറഞ്ഞാല് ചിന്തയുടെയും പ്ലാനിങ്ങിന്റെയും ശക്തിയാണ്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് നന്നായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. കേട്ടറിവുകളെ വെച്ച് ചാടിക്കേറി ഒന്നും ചെയ്യരുത്. ശരിയായ വിവരങ്ങൾ തന്നെ ശേഖരിക്കണം. പിന്നെ എല്ലാം കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണം. കാരണം ബിസിനസ്സിൽ കണക്കുകൾക്കാണ് ഏറ്റവും പ്രാധാന്യം. അതുപോലെ ഒരു പ്ലാൻ പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നൊരു ബാക്കപ്പ് പ്ലാനും എപ്പോഴും കയ്യിൽ വേണം. രണ്ടാമത്തേത്, ഇച്ഛിക്കുക. ഇതിനെയാണ് ആ കാളയുടെ ശരീരം കാണിക്കുന്നത്. ഒരു പരാതിയും പറയാതെ ലക്ഷ്യത്തിൽ മാത്രം കണ്ണുവെച്ച് തളരാതെ മുന്നോട്ടു പോകാനുള്ള ആ ഒരു ഇച്ഛാശക്തി. ഒരു പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ അല്ലേ, അത് നടപ്പിലാക്കാനുള്ള നിരന്തരമായ പരിശ്രമം വേണം. അതാണ് ഈ നിയമം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്തത്, മൂന്നാമത്തെ നിയമം, ധൈര്യപ്പെടുക. സിംഹത്തിന്റെ ധൈര്യം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പം പേടിച്ചു വിറയ്ക്കുകയോ അല്ലെങ്കിൽ വികാരങ്ങൾക്ക് അടിമപ്പെടുകയോ അല്ല വേണ്ടത്. പകരം ശാന്തമായിട്ട് ആ സാഹചര്യത്തെ ഒന്ന് വിലയിരുത്തണം. കിട്ടിയ വിവരങ്ങൾ ശരിയാണോ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തണം. പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ഒരു സ്ട്രാറ്റജിയോടുകൂടി അതിനെ നേരിടണം. ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നവരാണ് ശരിക്കുമുള്ള ലീഡേഴ്സ്. നാലാമത്തേത്, നിശ്ശബ്ദമായിരിക്കുക. അതായത് കഴുകന്റെ ആ ഒരു സൂക്ഷ്മത. ഇതിനർത്ഥം ഒന്നും മിണ്ടാതിരിക്കുക എന്നല്ല, മറിച്ച് എപ്പോൾ, ആരോട്, എന്ത് സംസാരിക്കണം എന്ന് കൃത്യമായി അറിയുക എന്നതാണ്. നമ്മുടെ എല്ലാ പ്ലാനും എല്ലാവരോടും പോയി വിളിച്ചു പറഞ്ഞാൽ എന്താകും? എതിരാളികൾക്കത് തകർക്കാൻ വളരെ എളുപ്പമാകും. അതുകൊണ്ട് തന്ത്രപരമായ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് വിജയത്തിന് വളരെ അത്യാവശ്യമാണ്. ഇതുവരെ നമ്മൾ പുറം ലോകത്തെ കാര്യമാണ് സംസാരിച്ചത്. ഇനി ശരിക്കും രസകരമായ ഭാഗത്തേക്ക് വരാം. ഇതേ 4 നിയമങ്ങൾ തന്നെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും ഒരു വഴികാട്ടിയായി മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആന്തരിക ലോകത്തിലെ ആദ്യത്തെ നിയമം, അറിയുക. ഇവിടെ നമ്മൾ അറിയേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ സത്യം ഇതാണ്: നിങ്ങൾ ഈ കാണുന്ന ശരീരം മാത്രമല്ല, നിങ്ങളുടെ വികാരങ്ങളോ ചിന്തകളോ അല്ല നിങ്ങൾ അതിനെല്ലാം അപ്പുറത്തുള്ള ആത്മാവാണ്. ഈയൊരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ആത്മീയ യാത്രയുടെ തുടക്കം. രണ്ടാമത്തത്, ഇച്ഛിക്കുക. ആത്മീയ പാതയിൽ മുന്നോട്ടു പോകണമെങ്കിൽ നല്ല ഇച്ഛാശക്തിയും അച്ചടക്കവും വേണം. ദിവസവും ധ്യാനിക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനും തീരുമാനിച്ചാൽ പിന്നെ മടിയോ മറ്റു തടസ്സങ്ങളോ ഒന്നും അതിനെ ബാധിക്കാൻ പാടില്ല. സ്ഥിരമായിട്ടുള്ള പരിശ്രമം,
അതാണ് ആത്മീയ പുരോഗതിയുടെ അടിസ്ഥാനം. മൂന്നാമത്തെ നിയമം ധൈര്യപ്പെടുക. ആന്തരിക ലോകത്തിലെ ധൈര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ പേടികളെയും നെഗറ്റീവ് ചിന്തകളെയും ഒക്കെ നേരിടുക എന്നതാണ്. നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോഴോ മറ്റോ ചിലപ്പോൾ അസുഖകരമായ അനുഭവങ്ങളോ ചിന്തകളോ ഒക്കെ വരാം. അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്, അതിനെ ധൈര്യമായിട്ട് നേരിടുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിനൊന്നും നമ്മുടെ മേലൊരു ശക്തിയുമില്ലെന്ന്. നാലാമത്തേത് നിശ്ശബ്ദമായിരിക്കുക. ആത്മീയമായി ഇതിന് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു അർത്ഥമുണ്ട്. ഇത് നമ്മുടെ ഉള്ളിലുള്ള ശക്തമായ ഊർജ്ജങ്ങളെ, പ്രത്യേകിച്ച് ലൈംഗിക ഊർജ്ജത്തെ അടിച്ചമർത്തുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. മറിച്ച് ആ ഊർജ്ജത്തെ സ്നേഹം, സർഗാത്മകത, ആത്മീയത എന്നിങ്ങനെയുള്ള ഉയർന്ന തലങ്ങളിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ആന്തരിക ശാന്തിയും നിശ്ശബ്ദതയും അനുഭവിക്കാൻ സാധിക്കൂ. അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്താണ്? ഈ ഒരൊറ്റ പുരാതന ചിഹ്നം ജീവിതത്തിലെ സമ്പൂർണമായ വിജയത്തിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് എന്നതാണ്. സ്ഫിങ്സ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: നമ്മുടെ ഭൗതികമായ വിജയവും ആത്മീയമായ വളർച്ചയും രണ്ട് വേറെ വേറെ വഴികളല്ല. അവ രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. ഒരേ 4 തത്വങ്ങളാണ് രണ്ടിനെയും നിയന്ത്രിക്കുന്നത്. ഒന്നിൽ നിങ്ങൾ നേടുന്ന കഴിവ് മറ്റൊന്നിൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കും. മാസ്റ്റർ ചോ കോക്സ്യുവയുടെ ഈ വാക്കുകൾ നമുക്കോർക്കാം. ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നത് ഒരു പായ്ക്കപ്പലിൽ ദിശാബോധമില്ലാതെ ഒഴുകി നടക്കുന്നത് പോലെയാണ്. അപ്പോ ഈ 4 നിയമങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിനൊരു ദിശാബോധം, ഒരു ലക്ഷ്യം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമോ? കാരണം ഒരു ലക്ഷ്യവുമില്ലാത്ത ജീവിതം ശരിക്കും പറഞ്ഞാൽ കാറ്റിൽ ഒഴുകി നടക്കുന്നൊരു തോണി പോലെയാണ്. ഒന്നാലോചിച്ചു നോക്കൂ.